Find the rank of the matrix 1, 1, 1, 6, 1, 2, minus 3, minus 4, minus 1, minus 4, 9, 18. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാങ്ക് കാണാനാണ്. റാങ്ക് കാണാൻ എങ്ങനെയെന്ന് വെച്ചാൽ ഫസ്റ്റ് ഡയഗണൽമെൻ്റെ താഴെയുള്ളതെല്ലാം 0 ആക്കുക, സെക്കൻഡ് ഡയഗണൽമെൻ്റെ താഴെയുള്ളത് 0 ആക്കുക, തേർഡ് ഡയഗണൽമെൻ്റെ താഴെയുള്ളത് 0 ആക്കണം. പക്ഷേ തേർഡ് ഡയഗണൽമെൻ്റെ താഴെ ഒന്നുമില്ല. ഫസ്റ്റ് ഡയഗണൽമെൻ്റെ താഴെയുള്ളത് 0 ആക്കാനായിട്ട് നമ്മൾ ഫസ്റ്റ് റോ തന്നെയാണ് യൂസ് ചെയ്യണത്. അങ്ങനെ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഇവിടെ രണ്ടും ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി അത് തന്നെയാണ് യൂസ് ചെയ്യണേ. അപ്പോൾ 1 ആണ് ഇവിടെ സെക്കൻഡ് റോയിൽ. അപ്പോൾ ഇത് 0 ആക്കാൻ വേണ്ടി ഫസ്റ്റ് റോയിനെ മൈനസ് ചെയ്യുക. ഇവിടെയും 1 ആണ്. അപ്പോൾ 1 മൈനസ് 1 0, 2 മൈനസ് 1 1, മൈനസ് 3 മൈനസ് 1 മൈനസ് 4, മൈനസ് 4 6, മൈനസ് 10, മൈനസ് 1. ഇനി മൈനസ് 1ന് 0 ആക്കാൻ ഇത് തമ്മിൽ ആഡ് ചെയ്യാം. മൈനസ് 1 പ്ലസ് 1 0, മൈനസ് 4 1, മൈനസ് 3 9 പ്ലസ് 1 10, 18 പ്ലസ് 6 24. ഇനി നമുക്ക് ഫസ്റ്റ് ഡയഗണൽമെൻ്റെ താഴെയുള്ള എല്ലാം 0 ആക്കി. ഇനി സെക്കൻഡ് ഡയഗണൽമെൻ്റെ താഴെയുള്ളത് 0 ആക്കണം. സെക്കൻഡ് ഡയഗണൽമെൻ്റ് ഇതല്ലേ, അതിൻ്റെ താഴെയുള്ളത് 0 ആക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് റോ ഇനി യൂസ് ചെയ്യാൻ പാടില്ല. താഴെ 0 ആക്കിയ റോസ് പിന്നെ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഇനി യൂസ് ചെയ്യാനുള്ളത് ഇത് 0 ആക്കാൻ ഇത് മാത്രമേ ഉള്ളൂ. ഇതിന് താഴെ റോ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന് മൈനസ് 3 ആണ്, ഇവിടെ 1 ആണ്. അപ്പോൾ 3 ആയാൽ ഇത് നമ്മൾ ആഡ് ചെയ്ത് ഇവിടെ 0 ആവും. അപ്പോൾ നമ്മളിതിനെ ഫുൾ സെക്കൻഡ് റോയിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് ഇതും കൂടി ആഡ് ചെയ്യും. അപ്പോൾ 0 പ്ലസ് 0 0, മൈനസ് 3 പ്ലസ് 3 ആയിരിക്കും ഇവിടെ വരിക. അപ്പോൾ 0 വരും. 10 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 12, മൈനസ് 2 വരും. 24 മൈനസ് 30, 3 കൊണ്ട് മൾട്ടിപ്ലൈ 30 അല്ലേ, അപ്പോൾ മൈനസ് 6 വരും. ഇനി ഇവിടെ ഡയഗണൽ എലമെൻറ്റ് ഡയഗണൽമെൻ്റെ താഴെയുള്ളത് 0 ആക്കിയില്ലേ. ഇതിൻ്റെ ഫസ്റ്റ് ഡയഗണൽ എലമെൻ്റെ താഴെയുള്ള 0 ആക്കി, സെക്കൻഡ് ഡയഗണൽ എലമെൻ്റെ താഴെയുള്ള 0 ആക്കി, തേർഡ് ഡയഗണൽ എലമെൻറ്റിൻ്റെ താഴെ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ വെച്ച് നിർത്താം. ഇനി നമ്മൾ ഫുൾ 0 അല്ലാത്ത റോ എത്ര ഉണ്ടെന്ന് നോക്കാം. നോൺ സീറോ നമ്പർ ഓഫ് നോൺ സീറോ റോസ് എത്ര ഉണ്ട്. ഇത് നോൺ സീറോ റോ ആണ്, ഇത് നോൺ സീറോ റോ ആണ്, ഇത് നോൺ സീറോ റോ ആണ്. 0 റോ എന്ന് വെച്ചാൽ ഫുൾ എല്ലാം 0 ആയിരിക്കണം. അപ്പോൾ അത് 3ഉം നോൺ സീറോ ആണ്. അപ്പോൾ റാങ്ക് നമുക്ക് എന്ത് പറയാം, 3 എന്ന് പറയാം.